എൻ്റെ പ്രാർത്ഥനാവേളയിൽ വചനധ്യാനത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശനം നൽകിയ ദൂതുകൾക്ക് ആധാരമായിരിക്കേണ്ടതിന് യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാലും. ഇന്ന് വായിച്ച് കേൾക്കപ്പെട്ട ഈ വാക്യത്തിൽ പരാമർശിച്ചിട്ടുള്ള കർത്താവ് ഇന്ന് ഇവിടെ ഉണ്ട്. BC 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അനശ്വരത്വമുള്ള പ്രവാചക ചതുഷ്ടയങ്ങളിൽ കരുത്തരായ പ്രവാചക പ്രമുഖന്മാരായ യെശയ്യാവ്, യിരെമ്യാവ്, ഹോശിയ, യോവേൽ, ആമോസ്, ഓബദ്യ, യോന, മിഖ, നഹും, സെഫന്യാവ് തുടങ്ങിയ 11 പ്രവാചക പ്രമുഖന്മാരുടെ ആലങ്കാരികമായി പറഞ്ഞാൽ അവരുടെ അഗ്നിനാവുകളാൽ പുറപ്പെട്ട ഈടുറ്റ, മികവുറ്റ, തികവുറ്റ, കിടവുറ്റ, അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ദൂതുകൾ. അതിൽ കരുത്തുറ്റ പ്രവാചക പ്രമുഖ സന്ദേശമാണ് യെശയ്യാ ദീർഘദർശിയുടേത്. മശികയെ കുറിച്ച് ആഴത്തിൽ ഉള്ള സത്യങ്ങൾ പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാ ദീർഘദർശി. യെശയ്യാവ് പ്രവചിച്ച പ്രവചനം കാലസമ്പൂർണതയിൽ അവൻ അവതരിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് കാലം മുൻപോട്ട് ചെന്നിട്ട് വായിക്കുകയും ധ്യാനിക്കുകയും പൊരുളുതിരിക്കുകയും ചെയ്തപ്പോൾ അവൻ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പ്രവചനം വളരെ കരുത്തുറ്റ സന്ദേശമാണ്. യെശയ്യാ പ്രവചനം എന്നുള്ളതിനെ കുറിച്ച് തന്നെ വിസ്തരിച്ച് പറയേണ്ട മുഖവര വാക്കുകൾ ഒത്തിരി ഉണ്ട്. ഇവിടെയുള്ള ദൈവമക്കൾക്ക് അവയെക്കുറിച്ച് അപബോധമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലത്തീൻ സഭ വലിയ പ്രവാചകൻ എന്ന് വിളിക്കുന്ന പ്രവാചക പ്രമുഖൻ, ആമേൻ, യഹൂദ റബിമാർ പിൻകാല പ്രവാചകൻ എന്ന് വിളിച്ച പ്രവാചകൻ, സ്തോത്രം, ബാബിലോണ്യ പ്രവാസത്തിന് മുൻപ് പ്രവചിച്ച പ്രവാചകൻ, ആമോത്സിന്റെ മകനായ പ്രവാചകൻ, ആമേൻ, ആ രാജ്യഗ്രഹവുമായി കുടുംബപരമായി ബന്ധമുണ്ടായിരുന്ന പ്രവാചകൻ, പട്ടണ പ്രവാചകൻ, മശികൈക പ്രവാചകൻ. അങ്ങനെ യെശയ്യാ ദീർഘദർശിയെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിന് അകത്തു നിന്ന് തന്നെ ഉള്ള ആന്തരിക തെളിവുകൾ 1, 2, 3, 4, 5 ക്രമത്തിൽ അടുക്കി വെക്കത്തക്ക രീതിയിൽ സവിശേഷതകൾ നിരവധിയുണ്ട്. ഈ പ്രവാചക പ്രമുഖൻ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠൻ ഉലകത്തിൽ അവതരിക്കുന്നതിന് ഏകദേശം 700-750 വർഷങ്ങൾക്ക് മുന്നമേ പ്രവചനക്കുന്നിന്റെ മുകളിലേക്ക് കാലൂന്നി കേറി ചെന്ന് അവൻ നാളെയുടെ നീളയിലേക്ക് നീണ്ടു നോക്കി കണ്ടു. യെശയ്യാവ് പ്രവചിച്ചു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇത്രയും ഭാഗം തന്നെ വിസ്തരിച്ച് പ്രസംഗിക്കാനുള്ള വിഷയത്തിൻ്റെ വിസ്താരമായ വഴിത്താര കിടക്കുകയാണ്. വിസ്താര ഭയം ഞാൻ അകത്ത് വെച്ചുകൊണ്ട് ഞാനങ്ങ് ചുരുക്കുകയാണ്. ഇനി ആമേൻ, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ എന്ന വാക്ക് നമുക്ക് നന്നായിട്ടറിയാം. പല പിള്ളേർക്ക് ഇമ്മാനുവേൽ എന്ന് പേരിട്ടിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ഇമ്മാനുവേൽ എന്ന് പേരിടാറുണ്ട്. സ്ഥാപനം തുടങ്ങുമ്പോൾ ഇമ്മാനുവേൽ എന്ന് പേരിടാറുണ്ട്. പിന്നെ എന്തിനെല്ലാം നമ്മൾ ഇമ്മാനുവേൽ, പിന്നെ ചിലവർക്ക് സഭാഹോളിന് വരെ ഇമ്മാനുവേൽ പ്രയർ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിടാറുണ്ട്. സത്യത്തിൽ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മത്തായി സുവിശേഷം 1:22 കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പഴയ നിയമ പ്രവചനങ്ങൾക്ക് ഡ്യുവൽ ഫേസ് ഉണ്ട്, ദ്വിമുഖമുണ്ട്, ദ്വിമുഖാർത്ഥങ്ങളുണ്ട്. ഈ പ്രവചനവാക്യം 8-ാം നൂറ്റാണ്ടിലേതാണ്. ഇതിന് അക്ഷരാർത്ഥമായൊരു മുഖമുണ്ട്. 2, അതിനകത്ത്
പ്രാവചനികമായ ഭാവികാലമായൊരു പ്രവചന നിവർത്തിയുണ്ട്. ഭാവികാല പ്രവചന നിവർത്തിയാണ് കാലസമ്പൂർണതയിൽ വെളിപ്പെട്ട യേശു ആണ് ആ ഇമ്മാനുവേൽ എന്നുള്ളത്. അതിൻ്റെ തെളിവാണ് മത്തായി 1:22 വാക്യം, 1-ാം അധ്യായം 22-ാം വാക്യം. ഇനി ഇത് ധാരാളം നാം കേൾക്കാറുണ്ട്. എന്നാൽ ഈ യെശയ്യാ പ്രവചനം 7-ൽ നിന്ന് ഇത് എന്താണ് എന്നുള്ളത് ആളുകൾ കൂടുതൽ ഗ്രഹിക്കാതെ പോകാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതൊന്ന് ഗ്രഹിക്കാനും മാത്രമല്ല ഇതിനകത്തുള്ള ദൂത് ഏറ്റെടുത്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്താനും വേണ്ടി പ്രകാശനം നൽകിയ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രാർത്ഥനാപൂർവം. അപ്പോൾ ഇമ്മാനുവേലായി ദൈവം കൂടെ നിൽക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഇമ്മാനുവേലിനെ വാഗ്ദത്തം ചെയ്തത് ഏത് സമയത്താണ്? ഇമ്മാനുവേൽ വെളിപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ തകൃതിയിൽ സഞ്ചരിക്കുന്ന ക്ലോക്കിൻ്റെ സൂചികൾ നമ്മെ അനുവദിക്കില്ല. എന്നാൽ അതിൻ്റെ പ്രാരംഭമായി ഗ്രഹിക്കേണ്ട 1-2 ഭാഗങ്ങൾ അടുക്കിന് പ്രിയമുള്ളവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എടുക്കാം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. മതി. യെശയ്യാവ് പ്രവചിക്കുന്ന കാലം ഉസ്സിയാവ്, യോഥാമ്, ആഗാസ്, യിഹ്സ്കിയാവ് എന്നീ രാജാക്കന്മാർ വാണകാലം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ 2 ഗോത്രമടങ്ങിയ യഹൂദ രാഷ്ട്രം ഭരിക്കുന്ന കാലം. ഈ രാജഗ്രഹവുമായി കുടുംബപരമായ അടുപ്പമുള്ള ആളാണ് യെശയ്യാവ്. യെശയ്യാവും യിഹ്സ്കിയാവും കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചതുപോലും നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ഇതിൻ്റെ ചരിത്രപരമായ മറ്റൊരു ഭാഗമുണ്ട്. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലും അതുപോലെ ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിലാണ് കിടക്കുന്നത്. ഇവിടുത്തെ വിഷയം ഞാൻ പരാമർശിക്കുന്നു. ഒന്ന് വായിച്ചാലും ഇപ്പോൾ വായിച്ച വാക്യം ഒരിക്കൽ കൂടെ ആ ആ ആ ആ ആ അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലതാനും. വായിച്ചോ. ആ ആ ഇനി നിർത്തിക്കോ. ഈ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന രസീനും പേക്കഹും ഒന്നിച്ച ഒരു സമയം. 10 ഗോത്രമടങ്ങിയ ഇസ്രയേൽ രാഷ്ട്രം യൊരോബയാമിൻ്റെ കാലത്ത്, രഹബയാമിൻ്റെ കാലത്ത് 2 ഗോത്രവും 10 ഗോത്രവുമായി വിഭജിക്കപ്പെട്ടു. അവർ 10ഉം 2ഉം 2 രാഷ്ട്രങ്ങളായി അബ്രഹാമിൻ്റെ സന്തതികൾ തുടരുകയാണ്. ഈ കാലത്ത് 2 ഗോത്രമടങ്ങിയ യഹൂദയ്ക്ക് എതിരെ 10 ഗോത്രമടങ്ങിയ ഇസ്രയേൽ രാഷ്ട്രം അരാം രാജാവിനെ കൂട്ടുപിടിച്ച്
യുദ്ധത്തിന് വരികയാണ്. യുദ്ധസന്നാഹങ്ങൾ, യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടൽ, യുദ്ധത്തിനുള്ള സൈനിക പരിശീലനം, ചുവടുവെപ്പുകൾ, യുദ്ധകാഹളം എന്നിവ ഇവർ കേട്ടു, ഭയന്നു. ഈ സമയം 2 ഗോത്രത്തിന്റെ തലവൻ ആഗാസാണ്. ആഗാസിന്റെ ഉള്ളൊരു കുഴപ്പം പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഇത് ഗ്രഹിക്കാൻ വായിച്ചോണ്ടിരിക്കരുത്, വീട്ടിൽ പോയി വായിച്ചാൽ മതി, കുറിച്ച് വെച്ചാൽ ഓർത്തിരിക്കാം. അതിന് പറയാം, രാജാക്കന്മാർ 2-ാം പുസ്തകം 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളും, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും ചേർത്തിയാണ് ഇനി ഈ സന്ദേശം കൈമാറാൻ പോകുന്നത്. ഇങ്ങനെ യുദ്ധത്തിന് കോപ്പുകൂട്ടി നിൽക്കുമ്പോ ആദ്യം തന്നെ ദൈവശബ്ദം യെശയ്യാവിലൂടെ ആഗാസിന് നൽകി. അത് എന്താണെന്നറിയാമോ? ആ ദൈവശബ്ദത്തിലേക്ക് നമ്മൾ വരിക. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ 2-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. ആരാം എഫ്രീമിനോട് എഫ്രീം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 10 ഗോത്രം അടങ്ങിയ ഇസ്രായേൽ രാഷ്ട്രത്തെയാണ്. അങ്ങനെ വിളിക്കാൻ കാരണം യൊരോബയാം എഫ്രീം ഗോത്രക്കാരനാണ്. എഫ്രീം ചെയ്ത പാപം എന്ന് പറഞ്ഞെടുത്തെല്ലാം 10 ഗോത്രത്തെ കൊണ്ട് പാപം ചെയ്യിച്ചത്, കാളാരാധനയിലേക്ക് നയിച്ചത് എഫ്രീം ഗോത്രക്കാരനാണ്. അതുകൊണ്ട് അവിടെ ഏത് തെറ്റ് വരുമ്പോഴും എഫ്രീം എന്നൊരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. വായിച്ചു താഴോട്ട്. ഇനി അറിവ് കിട്ടിയപ്പം ദാവീദ് ഗൃഹം എന്ന് പറയുന്നത് യഹൂദ രാഷ്ട്രമാണ്. വായിച്ചോ. അപ്പോ കാറ്റടിച്ച് ഉലഞ്ഞു. ആകാശം കൂട്ടരും. മോനെ ആകാശേ, നീ ഇങ്ങനെ ഒലയേണ്ട ആവശ്യമില്ല. അന്നേരമാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. അന്നേരം അത്ര കൃപയിലൊന്നുമല്ല ആകാശ് കൃപയിലല്ല. ആകാശിൻ്റെ അപ്പൻ്റെ പേര് യോഥാം. യോഥാമിൻ്റെ അപ്പൻ്റെ പേര് ഉസിയാവ്. അപ്പോൾ ഉസിയാവ് ആലയത്തിൽ വെച്ച് ഏൽപ്പിക്കാത്ത ശുശ്രൂഷ ചെയ്തു, അടികൊണ്ടു, മരണപര്യന്തം കുഷ്ഠരോഗിയായി നെറ്റി കുഷ്ഠം മുങ്ങി പ്രത്യേകശാലയിൽ പാർത്ത് മരിച്ചു. തൊട്ടുപുറകെ ഈ തല്ലുകൊള്ളുന്ന ചെറുക്കൻ മുമ്പിൽ പായലിരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. അവന് അന്നത്തെ വരവായിരുന്നു അവൻ്റെ അവസാനത്തെ സഭായോഗത്തിൻ്റെ വരവ്. പിന്നെ അവന് ആലയത്തിൻ്റെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്ത് വന്നേച്ച് പോകും. സ്തോത്രം. അവന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാസ്റ്ററുകളെ എന്നോട് പറയണമെന്ന് പറഞ്ഞേച്ച് എന്ത് ചെയ്യും? അവൻ കയറുകയല്ല. അവൻ അന്ന് പേടി തട്ടിയതാ. അപ്പന് തല്ലുകൊള്ളുന്ന മോൻ കണ്ടു. അവനൊരു ചെറുക്കനുണ്ട്. അവൻ യോഗത്തിന് പോകാത്ത അപ്പനുണ്ടായ മോനല്ലേ. അവൻ എന്ത് ചെയ്തില്ല? അവൻ നോക്കിയപ്പോൾ ഈ ആലയം ചുമ്മാതെ കിടക്കുക, പ്രമാണമില്ലാതെ വളർന്നു. അത് ആകാശ്. പ്രശ്നം വരുമ്പോഴാണ് അകത്ത് വചനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെളിപ്പെടുന്നത്. പ്രശ്നമില്ലെങ്കിൽ അതിങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. പ്രശ്നം വരുമ്പോൾ വചനമുള്ളതിനെ തിരിച്ചറിയാൻ പറ്റും. അന്നേരം ദൈവം വചനം കൈമാറി. കൃപയിലല്ലെങ്കിലും കൃപ വിട്ട് പോയാലും സ്തോത്രം, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള കൂട്ടത്തിന് നേരെ ദൈവം പറയാനുള്ളത് എന്തായാലും പറയും. ദൈവം പറഞ്ഞു, ഞാൻ കൂടെ നിൽക്കാമെന്ന്. വായിച്ചേ വാക്യം താഴോട്ട്.
ആ ആ നീ ആകാശിനെ എതിരേക്കാൻ ചെന്നിട്ട് അവനോട് നീ പറയണം. ആരോട്? ഈ സഭായോ എന്താണെന്നറിയാത്ത പേര് മാത്രം പെന്തക്കോസുകാരെന്നുള്ള, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഉസിയാവിൻ്റെ മുതൽ പാരമ്പര്യം പഠിച്ച പെന്തക്കോസിലെ 3-ാം തലമുറക്കാരനായ ആകാശേ അവനോട് പറയണം. ആ വായിച്ചോ, പറഞ്ഞോ. എന്തോ? ഒന്നാമത്തെ ദൂതാണ് സൂക്ഷിച്ചു കൊള്ളുക എന്ന് വെച്ചാൽ ഇവിടെ നീ സൂക്ഷിച്ചു വേണം തീരുമാനമെടുക്കാൻ. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ കൈമാറുന്ന ദൂതാണ്. നിന്റെ മനസ്സിനകത്തെ തോന്നലിനടിസ്ഥാനത്തിലും നമ്മുടെ മനസ്സിനകത്ത് ശരിയെന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ അറിവിനോട് ചോദിച്ചും അല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. സൂക്ഷിച്ച് തീരുമാനമെടുക്കണം. ഒന്നാമത്തെ ദൂത് സൂക്ഷിച്ചു കൊള്ളുക. രണ്ടാമത്തെ വാക്ക് അടുത്ത വാക്കാണ് വെപ്രാളം പിടിക്കരുത്. ഒരു വിഷയം വരുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന പരവേശമാണ്, അല്ലേ? സ്തോത്രം. നമ്മുടെ ഇടയിലൊക്കെ പുറമറ്റത്ത് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ ഗോളത്തിനുള്ളിൽ ധാരാളം പരവേശപുത്രന്മാരും പരവേശപുത്രിമാരും ഉണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് പറഞ്ഞത് സാവധാനമായിരിക്ക. ആമേൻ. എൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ കൂടെ നിൽക്കാം, നീ വെപ്രാളം പിടിക്കണ്ട, നീ സൂക്ഷിച്ച് നിന്നാ മതി, നീ സൂക്ഷിച്ച് തീരുമാനങ്ങൾ എടുത്താ മതി. ആദ്യം ദൈവശബ്ദം അങ്ങോട്ട് ഇടപെട്ടെ. വായിച്ചോ താഴോട്ട്. ഈ കൊള്ളി ഏതാ? പുകയുന്ന തിരിയത് രസീനും പേക്കഹവും ഇസ്രയേൽ രാജ്യത്തിൻ്റെ രാജാവും അരാം രാജ്യത്തിൻ്റെ രാജാവും അവരെ ഉപയോഗിച്ച വാക്ക് പുകയുന്ന 2 മുറിക്കൊള്ളി. ആകാശ് പറയുന്നു ഇത് മുഴുക്കൊള്ളിയാന്ന്. അന്നേരം പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് മുറിക്കൊള്ളിയാന്ന്. ഇവിടെ എല്ലാവർക്കും മനസ്സിലായോ? ആകാശ് പറഞ്ഞു ഇത് മുഴുക്കൊള്ളിയാന്ന് എന്ന് പറഞ്ഞ വലിയ കൊള്ളിയാന്ന്. ആമേൻ. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇത് പുകയുന്ന മുറിക്കൊള്ളിയാന്ന്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ മനസ്സിനകത്ത് നീ പർവ്വതീകരിച്ചു വെച്ചിരിക്കുന്ന വിഷയം അതൊരു പർവ്വതമല്ല, അതൊരു സംഭവമല്ല. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അതൊരു സംഭവമല്ല, അതൊരു പർവ്വതീകരിച്ചു വെച്ചിരിക്കുന്നത് വലിയൊരു കേസല്ല. അതിനെ നീ കയറി വിളിക്ക മുറിക്കൊള്ളി. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഈ ആരാധനയിൽ ഇരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹൃദയത്തിനകത്ത് പർവ്വതീകരിച്ചിരിക്കുന്ന ചില സംഭവങ്ങളെ നീ പറഞ്ഞ് പർവ്വതീകരിക്കണ്ട, നീ ചിന്തിച്ച് പർവ്വതീകരിക്കണ്ട, നിന്റെ കിടക്കയിൽ നീ കിടന്ന് മെനഞ്ഞ് മനകോട്ട കെട്ടി വലുതാക്കണ്ട. പുകയുന്ന കൊള്ളി. പുകയുന്ന കൊള്ളിയുടെ പ്രത്യേകത കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ അമ്മ ഊതി കത്തിച്ച അടുപ്പിന്ന് ഇല്ലേച്ചാ പകുതി കത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കഞ്ഞി വെന്തു. അന്നേരം ആ 2 വിറക്, കീറിയ വിറക, അത് രണ്ടിനെയും കൂടെ ഒന്ന് തട്ടി ഇങ്ങോട്ട് മാറ്റി വയ്ക്കും. അന്നേരം വിറക് കണ്ടിട്ടില്ലേ മക്കളെ? അത് വെടി വയ്ക്കുന്ന ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ കത്തുന്നത് അല്ല, പുകയുന്ന അതൊക്കെ കാണണം. സ്തോത്രം. ഇതെല്ലാം കാണണം, അറിയണം. അപ്പോൾ ഇത് രണ്ടിനെയും എന്ത് ചെയ്യാണ്? വെളിയിലെടുത്ത് വെച്ചേക്കുന്നു. ആ കൊള്ളിയുടെ ഒരു പ്രത്യേകത, അതിനകത്ത് ചിലപ്പോൾ ചില അമ്മമാർ ഇച്ചിരി വെള്ളവും കൂടെ തളിക്കും. അന്നേരം കുറച്ചും കൂടെ പുകയും. ആ പുക പറയുന്നത് ഞാൻ കെടാൻ പോകാമെന്ന്. സ്തോത്രം. നിന്നോട് പോരാടുന്ന വൈരി, ആമേൻ, സ്തോത്രം, നിനക്കെതിരെ കോപ്പ് കൂട്ടുന്ന വൈരിയെ നീ നിന്റെ ദൈവത്തെക്കാൾ വലുതായി കാണരുത്.
ഇമ്മാനുവേലിനേക്കാൾ വലുതായി കാണരുത്. നീ കാണേണ്ടത്, പരിശുദ്ധാത്മാവ് അതിനെ കുറിച്ച് പറഞ്ഞു, അത് പുകയുന്ന കൊള്ളിയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പുകയും കൂടെ നിൽക്കും, അത് കെട്ടുപോകും, അതിന് വലിയ ആയുസില്ല. ഈ ദൂതേറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? നിനക്കെതിരെ പോരാടുന്ന, നിനക്കെതിരെ കോപ്പുകൂട്ടുന്ന, നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്ന വൈരിക്ക് ആയുസില്ല. ഉഡാരാബാന ഉഡാരാബാന ദുരാബാനാബാന ശബനബനഗടക. ഇന്ന് ഈ ആരാധനയ്ക്കകത്തിരിക്കുമ്പോൾ അവൻ സ്തോത്രം, നിന്നോട് വാദിച്ചു കൊണ്ടിരിക്കുന്ന വൈരികൾ, കഴിഞ്ഞൊരാഴ്ച വഴിയിൽ നിനക്കെതിരെ പോർവിളി ഉയർത്തിയ വൈരികൾ, സ്തോത്രം, ചില വോയിസ് മെസ്സേജുകൾ കേൾക്കുമ്പോൾ, ചില ടൈപ്പിംഗ് മെസ്സേജുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചിലതൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടും. ആമേൻ. അങ്ങനെയുള്ളവരുണ്ട്. അത്രയും പ്രതിസന്ധി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ചിലർക്ക് ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു കഴിയുമ്പോൾ ഞെട്ടും. ലോണുണ്ട് അടയ്ക്കാൻ. ചില കോളൊക്കെ കാണുമ്പോൾ ടെൻഷനാണ്, നിന്നെ പേടിപ്പിക്കുന്ന. അത് എന്തോ ആകട്ടെ, ഏത് വിധത്തിലുള്ളതാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വൈരി നിന്റെ ദൈവത്തെക്കാൾ ശക്തനല്ല. താഴോട്ടൊന്ന് വായിക്കാമോ? നീ ഭയപ്പെടരുത്. ആ ദൂത് ഏറ്റെടുത്ത് സ്വോത്രം ചെയ്യാം. ആ നീ ഞാനാണെന്ന് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? ഇന്ന് ദൈവാത്മാ പറയുന്നു, അത് കണ്ട നീ എന്ത് ചെയ്യരുത്? നീ ഭയപ്പെടരുത്. ഇന്നിവിടെ ഇരിക്കുന്ന മാതാവേ, നീ ഭയപ്പെടരുത്. ആ മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് നീ ഭയപ്പെടരുത്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിന്നെ കുറിച്ച് പറഞ്ഞത് കേട്ട നീ ഭയപ്പെടരുത്. നിനക്ക് നേരെ വാദിച്ചു നിൽക്കുന്ന പോരുകളെ കണ്ട് നീ ഭയപ്പെടരുത്. ആമേൻ. ആ ദൂതേറ്റെടുത്ത് ദൈവത്തിന്റെ മഹത്വം കരയറ്റാം. കാരണം ഇമ്മാനുവേൽ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെ നിൽക്കാം, കൂടെ നിൽക്കാം, കൂടെ നിൽക്കാം. അടുത്ത വാക്യം വായിച്ചോ താഴോട്ട്. നിനക്കിപ്പോ ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം നിന്റെ കൃപയാൽ കിട്ടിയ ധൈര്യമാണ്. ആ ധൈര്യത്തിനകത്ത് ക്ഷയരോഗം ബാധിക്കരുത്. ക്ഷയരോഗം എന്നൊരു രോഗമുണ്ട്. അത് ശരീരത്തിൽ വന്ന എന്ത് കഴിച്ചാലും ആ ആളെന്ത് ചെയ്യും? മെലിഞ്ഞു പോകും. ആ രോഗമുള്ള ആളുടെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കും. ഇന്ന് ഞാൻ ഇവിടുന്ന് ഒരു ദൂത് വിളിച്ചു പറയുകയാണ്, വചനാടിസ്ഥാനത്തിൽ നിന്റെ ധൈര്യത്തിനകത്ത് ആ ക്ഷയം വ്യാപരിക്കരുത്. ധൈര്യം ക്ഷയിച്ചു പോകരുത്. അടുത്ത വാക്ക്. ആ ആ ആ ആ ആ ഹാ. അപ്പൊ ഈ മുറിക്കൊള്ളികൾ എന്ത് ചെയ്യാണ്? എന്താലോചന? ദൈവാലോചനയല്ല. ആ സ്തോത്രം. ദൈവാലോചനയല്ല. ദൈവാലോചന ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുക. ദുരാലോചന. ദുരാലോചന എങ്ങനെയാണെന്ന് ഞാൻ ഈ വ്യാഖ്യാനിക്കണ്ടല്ലോ. അറിഞ്ഞായിരുന്നു. ഞാൻ എന്തു ചെയ്യും?
ഇങ്ങനെ പറയുമ്പോൾ നീ ഇങ്ങനെ പറഞ്ഞേക്കണം. അപ്പോ നീയും കൂടെ കൈയടിക്കണം. ഒത്തേച്ച് അതിന് നമ്മൾ പറയുന്ന വാക്കാണ് ഗ്രൂപ്പ് ചർച്ച എന്ന് പറയാറില്ലേ? വാട്സപ്പ് ഗ്രൂപ്പ്, അതിലുള്ളവരൊക്കെ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയത്തോട് യോജിക്കുന്നവര് ഗ്രൂപ്പ്. അപ്പം നീ ഈ നമ്പർ ഇടുമ്പോൾ അതേ കയറി കൊത്തിയാൽ എന്ത് ചെയ്തോണം? ഞാൻ കണ്ണ് കാണിക്കും, അന്നേരം ഇന്നത് നീ എന്ത് ചെയ്തോണം? അപ്പം ഞാൻ നിനക്ക് എന്ത് ചെയ്യാം? സിഗ്നൽ തരാം. ഇത് ഒത്തേച്ച് ആരെ തകർക്കാൻ? വാഗ്ദത്തമുള്ള ദാവീദിന്റെ സന്തതിയെ. ദാവീദിന്റെ സിംഹാസനത്തിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ദാവീദ് പുത്രനായ ക്രിസ്തു വന്നിരിക്കണമെന്നുള്ളത്. ദൈവം സ്ഥാപിച്ചതിന് എതിരെ, ദൈവം നട്ടതിന് എതിരെ, ദൈവം അഭിഷേകം ചെയ്തതിന് എതിരെ, ദൈവത്തിന്റെ കൈ അവൻ പണിതതിന് എതിരെ അവൻ നടക്കുന്ന ദുരാലോചനകൾ നടപ്പിൽ വരത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് വചനം കൊണ്ട് ദൂത് പറയുമ്പോൾ അവൻ ഇന്ന് ഈ ദൂത് ഏറ്റെടുക്കാൻ ഈ ആരാധനക്കകത്ത് എത്ര പേരുണ്ട്? ദുഷ്ടതന്ത്രങ്ങളുടെ മുനയൊടിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെ വ്യാപരിക്കുകയോ? നോക്കണേ, ഇതെല്ലാം പറയുന്നു. ഇനി അടുത്തതും കൂടെ ഒന്ന് വായിക്കാവോ? ആ ഒന്ന് പറഞ്ഞേ. ദുരാലോചന അവൻ നടക്കത്തില്ല, അത് നടക്കില്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു വചനത്തിന്റെ പ്രകാശനത്തിൽ അവൻ ഈ ദൂതിൽ നിന്ന് ഒരു പ്രകാശനത്തിൽ ഒരു വാക്ക് പറയാൻ നിയോഗമുണ്ട്. പിശാചിന്റെ വാക്ക് നടക്കില്ല, സാത്താന്റെ തന്ത്രങ്ങൾ നടക്കില്ല. പിശാച് തന്റെ ആയുധ പുരക്കകത്ത് രൂപകൽപ്പന ചെയ്ത അവൻ തന്ത്രങ്ങൾ നടപ്പിൽ വരില്ല, അത് നടക്കില്ല. നിന്നെ ഭയപ്പെടുത്തിയ സ്വപ്നം അത് നടക്കില്ല. ശത്രു നിന്നെ ഭയപ്പെടുത്തിയത് വാക്കുകൾ നടക്കില്ല. ഈ വചനം ഒന്ന് പറയാൻ പറ്റുമോ? ഏത് നടക്കില്ല? ദുഷ്ടന്റെ ദുരാലോചന നടക്കില്ല. ശത്രുപാളയത്തിലെ തന്ത്രങ്ങൾ പാളും. ഹല്ലേലൂയ. ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള യാത്രാവാഹനങ്ങളുണ്ട്. രാഷ്ട്രത്തിന്റെ അധിപന്മാരൊക്കെ അതിലെ യാത്ര ചെയ്യുന്നത്. അവർ പ്രസംഗിക്കാൻ നിൽക്കുന്ന പീഠത്തിൻ്റെ അവിടെ പോലും ബുള്ളറ്റ് പ്രൂഫായിരിക്കും. ബുള്ളറ്റ് പ്രൂഫായിട്ടുള്ളത് എന്നുള്ളതിന് അതീവ സുരക്ഷയോടുള്ള ബന്ധത്തിൽ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഒരാള് ഇങ്ങോട്ട് വെടിവെച്ചാൽ എൻ്റെ നെഞ്ചത്ത് കയറും. ഇത് ബുള്ളറ്റ് പ്രൂഫ് അല്ല. പിന്നെ ഇവിടെ ദൂതന്മാരുണ്ട്, അതുകൊണ്ട് നടക്കത്തില്ല. ദൈവം അത് കൽപ്പിച്ച് ആക്കിയിട്ടുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ അവൻ രാഷ്ട്രത്തിന്റെ അധിപന്മാർക്ക് നേരെ, അവർ നിൽക്കുന്നിടത്തേക്ക് നേരെ ചില വെടിയുണ്ടയും പാഞ്ഞെടുക്കാത്തതിന് കാരണം അത് അതിനോട് അടുക്കുമ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള അവൻ പ്രത്യേക കവചമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദിവസങ്ങൾ ആലോചിച്ച്, ദിവസങ്ങൾ തന്ത്രങ്ങൾ മെനഞ്ഞ്, അവൻ പേജുകൾ എഴുതി പിടിപ്പിച്ച്, അവൻ തന്ത്രപരമായി നീങ്ങുന്ന ഒരു തന്ത്രവും വാഗ്ദത്തമുള്ള നിന്നിൽ അത് നടക്കത്തില്ലെന്ന് ഇന്ന് പകലി പരിശുദ്ധാത്മാവ് അത് നടക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ അവൻ ചങ്ക തൊട്ട് ദൂത് പറയോ. അത് നടക്കത്തില്ല. ആ ദൂതിന്റെ ആഴം ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്ത വാക്ക് ഒന്ന് വായിക്കാമോ? വായിച്ചോ. സാധിക്കത്തുമില്ല. അടുത്തത് ആ ആ ആ ആ ആ ആ നിങ്ങളിത് വിശ്വസിക്കത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദൂത് ഏറ്റെടുക്കാനും തള്ളിക്കളയാനുമുള്ള സ്വാതന്ത്ര്യം തൻ്റെ ജനത്തിനുണ്ട്. ഇനി എൻ്റെ നിലപാടും കൂടെ ഒന്ന് പറഞ്ഞേക്കാം ഇതിനോട് ചേർത്തി. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ ഹവ്വയാക്കി. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം എന്ത് ചെയ്തു? പ്രമാണവും കൊടുത്തു. തിന്നാൻ ഇത് പറിക്കാൻ നേരത്തെ കർത്താവ് സ്വർഗത്തിൽ ചാടി വന്ന് തട്ടിക്കളഞ്ഞോ? എന്നാ തട്ടാനെ? ദൈവം ചെയ്യാത്ത പണി ഞാനും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പറയാനുള്ള ഇവിടെ നിന്ന് പറയും. വേണേൽ എന്ത് ചെയ്യാം? ഏറ്റെടുക്കാനും തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പണ്ടൊരച്ഛൻ ദേഷ്യപ്പെട്ടു പോയി, ഞാൻ ഈ സ്വർഗത്തിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടാ പോയത്. എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടതാ. ഞാൻ എന്ത് ചെയ്യുന്നില്ല, സ്വർഗത്തിലേക്ക് പോകുന്നു. ഇത്രയും മധുരം കേട്ടിട്ട് ഒരല്പം അദ്ദേഹത്തെ തൊടുന്നൊരു വിഷയം വന്നപ്പോൾ ഞാൻ പുള്ളിച്ചിരി ചൂടായി, പറയേണ്ടാത്തൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓളിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഞാൻ സ്വർഗത്തിൽ പോകുന്നില്ല. പിടിച്ചോണ്ട് പോകുമോ ദൈവം? ദൈവം ദൈവത്തിൻ്റെ സമയത്ത് വെയിലാറിയപ്പോൾ വന്നു. അപ്പൊ ദൈവം ഇത് അറിഞ്ഞില്ലായിരുന്നോ? സർവജ്ഞാനി അറിഞ്ഞു. ദൈവം ദൈവത്തിൻ്റെ സമയത്ത്, കൃത്യസമയത്ത് വെയിലാറിയപ്പോൾ കർത്താവ് വന്നു. അതാമേ അന്നേരം വിളിച്ചേ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്നും മദ്യവും മയക്കുമരുന്നും നിത്യസമാധാനം നൽകില്ലെന്നും അത് നിന്റെ പ്രമാണത്തിന് വിരുദ്ധമാണെന്നും ഇവിടുന്ന് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചു വിടും. മക്കളെ, അത് ചെയ്യരുത് എന്ന് ഇവിടെ പഠിപ്പിക്കും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായി കിട്ടുന്ന അപ്പൻ്റെ കണ്ണിൻ്റെ പരിധിക്കപ്പുറം പാസ്റ്ററുടെയും സഭയുടെയും ഒക്കെ പരിധിക്കപ്പുറം ഒരു ക്യാമ്പസിൽ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഇതിന് എല്ലാ സ്വാതന്ത്ര്യമുള്ള ഇടത്ത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത്, സ്തോത്രം, അത് എടുക്കാനും എടുക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, സ്തോത്രം, നിനക്ക് നൽകിയിരിക്കുന്ന പ്രമാണത്തെ നീ മുറുകെ പിടിക്കണം. ഇന്ന് ക്യാമ്പസുകൾ ലഹരിക്ക് ഉള്ളിലേക്ക് പൊക്കോണ്ടിരിക്കുക. നാം അറിയാത്തൊരു ലോകമാണ്. പണ്ടൊരുത്തൻ മദ്യപിച്ച് വീട്ടിൽ വന്നാൽ അറിയാം, ദൂരെ നിന്ന് വരുമ്പോൾ അത് മുക്കുടിയനാ വരുന്നതെന്ന് അറിയാം. ദൈവം നൽകിയിരിക്കുന്ന ഈ പ്രമാണത്തിൽ നിൽക്കാനും നിൽക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടേതാണ്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ,
എൻ്റെ ഇന്ദ്രിയങ്ങളെ അതിലേക്ക് വഴുതിപ്പോകാതെ വണ്ണം നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? താഴോട്ടൊന്ന് വായിച്ചു, നിർത്താൻ പോവാ. ആ ആ ആ ആ ആ ആ ഹാ നോക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഉസിയാവിൻ്റെ മോനായ യോഥാമിൻ്റെ മോനായ ആഹാസ് ചെറുക്കനോട് പ്രവാചകൻ അങ്ങോട്ട് ചെന്ന് ഇത്രയും ദൂത് പറഞ്ഞപ്പോൾ യവൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യത്തില്ല, ഞാൻ ചോദിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഞാനത് അനുസരിക്കത്തില്ല. പിന്നെ എന്തോ അനുസരിക്കും? പിന്നെ എന്തോ അവനെ അനുസരിക്കും? ഒരു വാക്യം വായിച്ച് നിർത്താൻ പോവാ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിച്ചു. 5-ാം വാക്യം വായിച്ചിട്ട് 7-ാം വാക്യം വായിച്ചാൽ മതി. ആ ആ ആ പേക്കഹും ക്ലിയറായോ? ഇനി 7-ാം വാക്യം വായിച്ചോ. ആ ആ ഈ ദൂത് കേട്ടിട്ട് ആകാശ് ചെയ്ത പണിയാണ്. ആ തിഗ്ലത്ത് പിലേസിന്റെ അരികിലേക്ക് ദൂതന്മാരെ അയച്ചു. അടുത്തത്, ഞാൻ നിന്റെ ദാസനാണെന്ന്, ഞാൻ നിന്റെ മോനുമാണെന്ന്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അശൂർ രാജാവിൻ്റെ അരികിലേക്ക് ആളയച്ചിട്ട് അശൂർ രാജാവിനെ കൂട്ടുപിടിച്ചു. ഇവിടെ 10 ഗോത്രം 2 അരാം രാജാവിനെ കൂട്ടുപിടിച്ചപ്പോൾ ദൈവം കൂടെ നിൽക്കാമെന്ന് ദൂത് പറഞ്ഞിട്ട് അവൻ ദൈവത്തെ വേണ്ട, അശൂർ രാജാവിനെ മതി. എന്നിട്ട് പറഞ്ഞു, തിക്ലത്തങ്ങൾ എൻ്റെ ഡാഡിയായിരുന്നു. അപ്പോൾ പോയി വിളിച്ചു, ഡാഡി അല്ല മോനാന്നല്ലേ പറഞ്ഞത്, എൻ്റെ ഡാഡിയെ പോലെയാണ്. ശരിയാ, ഡാഡി യോഗത്തിന് വരത്തില്ലായിരുന്നു, യോധാം ഇവനും പോകത്തില്ലായിരുന്നു. സ്തോത്രം. ഡാഡി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, തിക്ലത്ത്. എന്നിട്ട് വായിച്ചോ. ആ താഴോട്ട് നിർത്താൻ പോവാ. ആ ആ ആ ഇവിടെ ദൈവം രക്ഷിക്കാമെന്ന് പറഞ്ഞപ്പം അവിടെ പോയിച്ച് പറയാണ് അരാം രാജാവിനോട്, എന്നെ രക്ഷിക്കണേ. എന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ അവൻ വന്ന് രക്ഷിച്ചു. രക്ഷിച്ചു കഴിഞ്ഞിട്ട് നേരെ ആകാശ് അങ്ങോട്ട് താങ്ക്സ് പറയാൻ പോയി ഡാഡിയുടെ അടുത്ത്. തിക്കളത്തങ്ങളെ എന്നെ വന്ന് സഹായിച്ചതിന് നന്ദി. അന്നേരം അവൻ നോക്കിയപ്പോൾ നല്ലൊരു യാഗപീഠം അവിടെ ഇരിക്കുന്നു. ഇതെവിടുന്നാണ് ഉദ്ദേശിച്ച് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ 10-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ മതി. യാഗപീഠം ഇരിക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ യാഗപീഠം നമ്മുടെ ചർച്ചിനകത്ത് കൊണ്ടുവരണമെന്ന് ഇവന് ഒരാഗ്രഹം. പലരും അങ്ങനെ ആയി കൊണ്ടുവരുന്നത്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കാണും. എടാ ആകാശേ, തിക്കളത്ത് അങ്കിളിൻ്റെ ആലയത്തിൽ നീ കണ്ടത് കൊണ്ടുവന്ന് കയറ്റാൻ പറ്റിയ സ്ഥലമല്ല ഈ ചർച്ച്. ഇത് കേസ് വേറെയാ. ആ ഇതിനകത്ത് കയറി നീ കളിച്ചാൽ ദൈവം നിന്നെ അടിച്ച് സ്തോത്രം. ഇനി എനിക്ക് അവിടെ വിസ്തരിച്ച് പറയാനുണ്ട്. എന്നിട്ട് താമരയാഗപീഠം അവിടുന്ന് ഇളക്കി ഒരു മൂലയിലോട്ട് അങ്ങോട്ട് മാറ്റി വടക്കോട്ട് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഇവൻ ഈ യാഗപീഠത്തിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിൽ ചവിട്ടി കയറി. യാഗപീഠത്തിൽ അങ്ങ് കയറാൻ പാടില്ലെന്നുണ്ട്, നഗ്നത കാണുമെന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കയറി അതേപോലെ പണിത് കൊടുത്തു. ഈ ആകാശ് വരുന്നതിന് മുന്നമേ പുരോഹിതൻ, എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന പുരോഹിതൻ ആകാശ്
അത് പറഞ്ഞപ്പം അച്ഛാൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു തരാം, അച്ഛാൻ പറഞ്ഞാണ് ശരി. പലർക്കും അങ്ങനെയുള്ള പുരോഹിതനെ ഇഷ്ടം. എന്നാൽ ഇവന്റെ അപ്പന്റെ കാലത്ത് ധൂപപീഠം എടുത്തോണ്ട് കയറിയപ്പം, ധൂപപീഠത്തല്ല ധൂപവർഗവുമായി അവൻ ധൂപകലശുമായിട്ട് കയറിയപ്പം അസരിയ പുരോഹിതൻ ഉൾപ്പെടെയുള്ള 80 പേര് കയറി നിന്നിട്ട് പറഞ്ഞു, ഊസിയാവേ, ഇത് നിനക്ക് വീതമല്ല. അപ്പോൾ അന്ന് തൻ്റെ ഇടമുള്ള ആർജവമുള്ള പ്രമാണമറിയാവുന്ന ഏതൊരുത്തൻ്റെ മുഖത്തു നോക്കി അവൻ പ്രമാണം തെറ്റിച്ചാൽ കാര്യം പറയാൻ ആംപിയറുള്ള അസരിയാവുമാരുണ്ടായിരുന്നു. 3 തലമുറ കഴിഞ്ഞപ്പം ഓ അച്ഛ പാദസേവകൻ. എനിക്ക് ആ പുരോഹിതനോട് പറയണം, നമ്മളോടൊന്നുമല്ല, ആ പുരോഹിതന് പറയാനുള്ളത്, എൻ്റെ പൊന്നു പുരോഹിത, നിൻ്റെ വല്യപ്പനൊക്കെ ധൈര്യശാലിയായിരുന്നു, പ്രമാണത്തിന് വേണ്ടി നിന്നതായിരുന്നു. നിനക്ക് അവിടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ വേറെ വല്ല പണിക്ക് പോ പുരോഹിത. ഇവിടെ ആരോടും അല്ല കേട്ടോ, ഞാൻ ആ പുസ്തകത്തിലെ പുരോഹിതനോടാണ് പറഞ്ഞത്. നിർത്താൻ പോവുകയാണ്. ദൈവം കൂടെ നിൽക്കാം എന്ന് വാക്തത്വം പറഞ്ഞിരിക്കുമ്പം നീ ആ ദൂതിനെ ഇങ്ങ് ഏറ്റെടുത്ത് മുറുകെ പിടിച്ചാൽ മതി. നീ വേറെ ഒരു വളഞ്ഞ വഴി തേടണ്ട. നീ അതിന് പിന്നെ നിന്റെ സുരക്ഷയ്ക്ക് നീ വേറൊരു വഴി തേടണ്ട. ദൈവം നിനക്ക് വേണ്ടുന്നത് കരുതും. കണ്ണുകൾ അടയ്ക്കാം.